ഹലോ, നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്താലോ? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും പിന്നെ 2 ടൈപ്പ് ചമ്മന്തിയാണ്. അപ്പോൾ എൻ്റെ മമ്മിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ മമ്മിയുടെ റെസിപ്പിയിലോട്ട് പോയാലോ? ചെറിയ ഉള്ളി കുറേ എടുക്കുക. പിന്നെ മമ്മിക്ക് ഇവിടെ കാന്താരി ഉണ്ട്, കാന്താരിയും പിന്നെ നീലമുളകുണ്ട്, വൈറ്റ് മുളകുണ്ട്. ഒത്തിരി എരിവ് വേണമെന്ന് മമ്മി ഒത്തിരി എടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്കിന്ന് ഉള്ളി മുളക് ഉടച്ചതാണ് കഴിക്കുന്നത് അല്ലേ? അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു. ഉള്ളി ചട്നിയുടെ ഒപ്പം കഴിക്കാൻ ഒരു മുട്ട പുഴുങ്ങിയത്, സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങിയത്, പിന്നെ ഇത് പപ്പയ്ക്ക് സ്പെഷ്യൽ നമ്മുടെ പച്ചയത്തേക്ക പുഴുങ്ങിയത്. സ്വീറ്റ് പൊട്ടാറ്റോ വേണ്ടാത്തവർക്ക് ഫ്രോസൺ പപ്പയും വേറെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ഉള്ളി ചട്നി വെക്കാനായിട്ട് മമ്മി കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാന്താരി, 2 ടൈപ്പ് ഓഫ് മുളക് എടുത്തിട്ടുണ്ട്. ഈ സെയിം ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ 2 ടൈപ്പ് ഓഫ് ചമ്മന്തിയാണ് മമ്മി വെക്കാൻ പോകുന്നത്. നമ്മൾ കല്ലരച്ചാണ് ചമ്മന്തിക്കുള്ളത് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മമ്മിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് മമ്മി വരുമ്പോൾ പറയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണല്ലോ, അതിനകത്ത് പാകത്തിന് ഉപ്പിടുക. വേണമെങ്കിൽ ഇതിന് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു സ്പൂണ് തിളപ്പിച്ചാറ്റിച്ച് വെള്ളം ഒരു 2 സ്പൂൺ ഇട്ടു. ഒത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൂടുതൽ ഒഴിക്കും. പിന്നെ നമുക്ക് നല്ല വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണ വേണം. കുറച്ചല്ലേ? ഇതൊരു ഒരു ഹാഫ് ടീസ്പൂൺ ഉണ്ടാവുമോ മമ്മി? ഹാഫ് ടീസ്പൂൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മമ്മിയുടെ സ്പെഷ്യൽ ഉള്ളി കാന്താരി മുളക് ഉടച്ചത്. അപ്പൊ നമ്മുടെ ഒരു ചട്നി റെഡി ആയില്ലേ മമ്മി? ഓക്കെ, നമ്മൾ ഇനി അടുത്ത എന്താ ചെയ്യുന്നേ? ഇനി എരിവ് ഇച്ചിരി നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ചട്നിക്കകത്ത് നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കണ്ട, ഉപ്പും തൈരും കൂടെ ഒഴിക്കുക. ഓക്കെ, നമുക്ക് എന്ത് നോക്കിയാലോ? പാകത്തിന്. അപ്പൊ അതിനകത്ത് പാകത്തിന് ഈ സെയിം ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളി അതിനകത്ത് പാകത്തിന് ഉപ്പിടുക. ഒരു സ്പൂൺ കട്ടത്തൈരില്ലേ, കട്ടത്തൈര് ഒരു 1.5 സ്പൂൺ ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. അതേ ഉള്ളൂ. നമ്മൾ ഉപ്പിട്ടോ? ഉപ്പ് ആദ്യം ഇട്ടായിരുന്നു. അപ്പൊ നമ്മുടെ തൈര് മുളക് ചമ്മന്തി റെഡി. എന്ത് രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയല്ലേ കാണാൻ? തിന്നുമ്പോ അതിലും രസമായിരിക്കും. എനിക്ക് വയ്യ. ഓക്കെ, അപ്പൊ നമ്മുടെ 2 ടൈപ്പ് ഓഫ് ചമ്മന്തി ഇവിടെ റെഡിയായി. ഉള്ളി മുളക് ഉടച്ചതും പിന്നെ നമ്മുടെ തൈര് ചമ്മന്തി സെയിം കോമ്പിനേഷൻ. അപ്പൊ ഒറ്റയടിക്ക് 2 ഭക്ഷണം. നമുക്ക് കഴിച്ചാലോ? ഓക്കെ, നമുക്ക് കഴിക്കാം.